ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കാ രചിച്ച ശേഷം 14-ാം അധ്യായം 5-ാം തിരുവചനം. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട്? സാപത്തിനെ കുറിച്ചൊരു തർക്കം വരുമ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു മഹോദര രോഗിയെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. സാപത്ത് ദിവസമാണ്. ഈശോ സുഖപ്പെടുത്തുവാനായിട്ട് തുടങ്ങുമ്പോൾ ഇവരിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. സാപത്തിൽ ഈശോ സൗഖ്യം കൊടുക്കുമെന്ന് കാണാൻ വേണ്ടി. നിയമത്തിൻ്റെ ഊരാക്കൊടുക്കുകളിൽപ്പെട്ട് കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളെ നിർത്തുവാനായിട്ട് ശ്രമിക്കുന്ന കൂട്ടർ. കൊച്ചുരേസ്യ പറയുകയാണ്, സ്നേഹത്തിൻ്റെ ചെറിയ പ്രകരണങ്ങൾ പോലും വലിയ കാര്യങ്ങൾ ചെയ്യും. നിയമത്തിൻ്റെ ഊരാക്കൊടുക്കൽക്കപ്പുറത്ത് സ്നേഹത്തിൻ്റെ പ്രകരണങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ നിറയ്ക്കുവാനായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളെയെല്ലാം വിശുദ്ധീകരിക്കുവാനായിട്ട് അവൾ നിരന്തരം ശ്രദ്ധിച്ചിരുന്നു. സ്നേഹം എല്ലാത്തിനെയും മാറ്റിമറിക്കും. അവിടെ അവൾ പറയുക, തിരുസഭയുടെ ഹൃദയത്തിൽ ഞാൻ സ്നേഹമായിരിക്കും. എൻ്റെ ദൈവവിളി സ്നേഹമാണ്. നിയമത്തിൻ്റെയോ ബുദ്ധിയുടെയോ വ്യാഖ്യാനങ്ങളല്ല, നിന്നിൽ നിന്നൊഴുകുന്ന സ്നേഹവും കാരുണ്യമാണ് സ്വർഗം വിലമതിക്കുക. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കൊച്ചുരേസ്യ പുണ്യവതിയോടൊപ്പം ഈശോയോട് ചേർന്ന് സഞ്ചരിക്കുകയാണ്, ഈശോയെ അനുഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഒരു പുണ്യവതിയെ തന്നതിന് നമുക്ക് കൃത്യമായിട്ട് നന്ദി പറയാം. അവളുടെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ, കാരുണ്യത്തിൻ്റെ വക്താവായി തീരുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കുന്നു. ജീവിതത്തെ സ്നേഹത്തിൻ്റെ ഒരു ബലിവസ്തുവാക്കി മാറ്റിമറിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.